ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളെ ഞാൻ പുത്തനത്താണി കാർഷിക നഴ്സറിയിലെ നല്ലൊരു സന്തോഷകരമായൊരു വിശേഷം പങ്കുവയ്ക്കാനാണ് വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ തെങ്ങുകളുടെ ഒരു മേള തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒന്ന് രണ്ടെന്നല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞങ്ങൾ കഴിഞ്ഞാൽ വീണ്ടും എടുത്തു തരുന്നതായിരിക്കും. എല്ലാവരും ചോദിച്ചപ്പോൾ തന്നെ മഴ ആയപ്പോഴത്തൊട്ട് കസ്റ്റമർ ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും തെങ്ങാണ് വേണ്ടത്. എല്ലാവരും ഓരോ വെറൈറ്റി തെങ്ങുകൾ ചോദിച്ചു വരുന്നവരുണ്ട്. പിന്നെ പണ്ടത്തെ തന്നെ തെങ്ങുകൾ ചോദിച്ചു വരുന്ന നാടൻ തെങ്ങ് ചോദിച്ചു വരുന്നവരുണ്ട്. വേറെ എല്ലാവർക്കും പെട്ടെന്ന് കായ്ക്കണ തെങ്ങ് വേണം, പെട്ടെന്ന് കായ്ക്കണ തെങ്ങ് വേണം എന്നുള്ളതാണ്. അപ്പം നിലവിൽ ഞങ്ങളെ കയ്യിൽ ഗംഗാബോണ്ടം, ചീന്തുടി, ഡീൻഡുറ്റി, മലേഷ്യൻ ഗ്രീന്, രാംഗംഗ, ശ്രീരംഗൻ, പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ടല്ലോ, കുറ്റ്യാടി, സണ്ണകി, അങ്ങനെ വേണ്ട പല സൈസിലുള്ള തൈ, അതായത് ചെറുത് മുതൽ വലുത് വരെ അങ്ങനെയുള്ള പലതരത്തിലുള്ള തൈകൾ സ്റ്റോക്കുണ്ട്. ആവശ്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം. എവിടെയാണെന്ന് വെച്ചാൽ മലപ്പുറം ജില്ലയിൽ പുത്തനത്താണി കാർഷിക നഴ്സറി. ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പം ആവശ്യമുള്ളവർക്ക് പിന്നെ നമ്പരെടുത്ത് കോൾ ചെയ്യുകയോ വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യാം. അത്യാവശ്യം നല്ല വെറൈറ്റി നല്ല ഐറ്റം തെങ്ങ്. ഒരു പേര് പറയാൻ മറന്നു, ഈ കാണുന്ന തെങ്ങാണ് 1000 കാച്ചി ചോദിച്ചവർക്കും വരാം. 1000 കാച്ചി തെങ്ങ് എന്നൊക്കെ പറയുമ്പം സൈസുണ്ട്, തേങ്ങ എന്ന് പറയുമ്പം ചെറുതാണ്. തെങ്ങിന് നമ്മളിപ്പോൾ നേരത്തെ കാണിച്ച തെങ്ങുകളൊക്കെ അപേക്ഷിച്ച് ഈ തെങ്ങിന് സൈസുണ്ട്, തേങ്ങ വളരെ ചെറുതാണ്. എന്നാലും ഒരുപാട് തെങ്ങൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒരു 2 തെങ്ങൊക്കെ ഇതൊക്കെ വെച്ച് കൊടുക്കാം. എല്ലാവരും കളക്ഷനാണല്ലോ വരുന്നത്. ഈ കാണുന്നത് എല്ലാവരുടെയും ഭയങ്കര ഒരു വെറൈറ്റി ഐറ്റമായ തെങ്ങ് രാംഗംഗയാണ്. രാംഗംഗ പെട്ടെന്ന് കായ്ക്കണ തെങ്ങാണിത്. ഇത് അത്യാവശ്യം കളക്ഷനുണ്ട്. പിന്നെ ഞങ്ങളുടെ കയ്യിൽ ഹോം ഗ്രൗണ്ട് തൈ ഉണ്ടായിരുന്നു. അതിനിപ്പോൾ നിലവിൽ 2 തൈ മാത്രമേ ഉള്ളൂ. ഇത് ഹോം ഗ്രൗണ്ട് തൈയല്ല. ഹോം ഗ്രൗണ്ട് തൈ ഞങ്ങൾ നല്ല വില കൂടുതലായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അത് അത്യാവശ്യം കസ്റ്റമർ വാങ്ങിച്ചു. അത് ഇതിനേക്കാളും കുറച്ചുകൂടി സൈസ് ഉണ്ടായിരുന്നു. ഇത് തൈ ചെറുതാണ്, റേറ്റും കുറവാണ്. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ പറയാനുള്ളത്, തെങ്ങുകൾ പിന്നെ ഇപ്പം ചില തെങ്ങുകൾക്ക് ചെല്ലിശല്യം കൂടുതലാണ്, ചില തെങ്ങുകൾക്ക് ചെല്ലിശല്യം കുറവാണ്. അപ്പം ഏറ്റവും കൂടുതൽ കസ്റ്റമർക്ക് ആവശ്യം പെട്ടെന്ന് കായ്ക്കണ തെങ്ങുകളായതുകൊണ്ട് അപ്പം നിങ്ങൾ തെങ്ങുകൾ കൊണ്ടുപോയിട്ട് അടിവളം കൊടുത്ത് നട്ടതിന് ശേഷം അടിവളം കൊടുക്കാതെ, എന്തൊക്കെയെന്ന് വെച്ചാൽ അടിവളം എന്ന് വെച്ചാൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, വളപ്പൊടി, അതായത് ചാണകപ്പൊടി, ഇത് കൊടുക്കുക. അപ്പം ഇത് കാണുന്നത് കുറ്റ്യാടിയാണ് കേട്ടോ. കുറ്റ്യാടി അത്യാവശ്യം ഹൈറ്റുള്ള തൈകളാണുള്ളത്. കുറച്ചുകൂടി ചെറിയ തൈകളുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, വളപ്പൊടി, ഇത് കൊടുത്ത് അടിവളം കൊടുത്ത് പ്ലാന്റ് നടുക. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇതിനകത്ത് നമുക്കൊരു അല്പം ഒരു ശ്രദ്ധ വേണം. ചെറിയ തൈ കൊണ്ട് വെക്കുമ്പോഴായിരുന്നാലും, അതായത് മലേഷ്യൻ ഗംഗാബോണ്ടം പോലുള്ള തൈകൾ കൊണ്ട് വെക്കുമ്പോഴും ഗംഗാബോണ്ടത്തിൻ്റെ തണ്ടിന് കുറച്ച് മധുരം കൂടുതലാണ്. അപ്പം അത് ചെല്ലിശല്യം ഉണ്ടാവാൻ ഏറ്റവും സാധ്യത കൂടിയ തൈയാണിത്. അപ്പം നമ്മൾ എന്താണെന്ന് വെച്ചാൽ മരുന്ന് കൊടുക്കുക, നന്നായിട്ട് പരിപാലിക്കുക. ഓക്കേ.